നമസ്തേ ചേട്ടാ. നമസ്കാരം. വെൽക്കം ബാക്ക് ചേട്ടാ. ധ്യാനം ഇപ്പൊ എല്ലാവരും ധ്യാനത്തിന്റെ ആൾക്കാരാണ്. ഈ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഇപ്പം ധ്യാനത്തിനെ പറ്റി അറ്റ്ലീസ്റ്റ് ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ 2012 എൻ്റെ പരമ്പരയിൽ ധ്യാനം അത് ധ്യാനം ബേസ്ഡ് ആണ്, റിച്വലിസ്റ്റിക് അല്ല. എൻ്റെ പരമ്പര സിദ്ധ പരമ്പരയാണ്. അന്നേരം ധ്യാനം ആണ് മെയിൻ സ്ട്രീം എങ്കിലും നമ്മളുടെ പരമ്പര ധ്യാനത്തിൽ അധിഷ്ഠിതമാണ്, തേർഡ് ഐ ധ്യാനത്തിൽ അധിഷ്ഠിതമാണ്. അങ്ങനെയാണെങ്കിലും ഗുരു പ്രത്യേകം പറയുന്നുണ്ട്, നീ 15 മിനിറ്റിൽ കൂടുതൽ ധ്യാനം ചെയ്യരുത് എന്ന് പ്രത്യേകം പറയും. ഒറ്റ സ്ട്രെസ് ചെയ്യാം. നിങ്ങളൊരു തണുത്ത കൺട്രി, ഒരു കോൾഡ് ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ചെയ്യാം. പക്ഷേ ഇന്ത്യൻ ക്ലൈമറ്റ് വെച്ച് 15 മിനിറ്റ്സ് അറ്റ് എ ടൈം മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് പറയുന്നു. അത് എൻ്റെ ഒരു ട്രഡീഷൻ. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ധ്യാന രീതികളും പല ഗുരുക്കന്മാരുടെ ടീച്ചിങ്സും പരമ്പരയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില ഏരിയയിൽ ചില പരമ്പരകളിലും ഒക്കെ മണിക്കൂറുകളോളം ധ്യാനം ചെയ്യുന്നവരുണ്ട്. മണിക്കൂറുകളോളം. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതൊക്കെ ഒരു സമാധി സ്റ്റേറ്റിൽ വന്ന ആൾക്കാരാണ് അത്രയും മണിക്കൂറുകളോളം പോകുന്നത്. പക്ഷേ ഇവരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ഒരു ചെറിയൊരു ഷോർട്ട് സ്പാൻ ഒരു ധ്യാനം കൊണ്ട് അവർക്ക് വലിയ അനുഭവങ്ങളും സ്പിരിച്വൽ അവേക്കനിങ്ങും ഒക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്നു. മറ്റ് വേറെ ചിലർ അവർ ചിലപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ ഇരിക്കുന്നവരുണ്ടാവും ഡെയിലി. അതിങ്ങനെ വർഷങ്ങളോളം അവർ ചെയ്തു വരുന്നു. എന്നാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന പുല്ല് തിന്നുന്ന പോലെ, ഓല തിന്നുന്ന പോലെ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അവർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല. അവർ 5 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ അവർ ഈ ധ്യാന മുറകൾ തുടർന്നുകൊണ്ടേ പോകുന്നു. 4-5 ഞാൻ ഇതിന് മുമ്പ് ഇതിനെ ചെറുതായിട്ട് ഹിന്ദി ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു ജനറിക് ആയിട്ടാണ് ചെയ്തത്. അതായത് പൂജകളും ഇതൊന്നും ഫലിക്കാത്തത് എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം ചെയ്തായിരുന്നു 1 വർഷം മുമ്പ്. ചേട്ടൻ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് ഡീകോഡ് ചെയ്ത് തരുമോ? ഓക്കെ. അപ്പോൾ നമ്മളെ എങ്ങനെങ്കിലും ഈ യോഗവിദ്യയിലേക്ക് ആനയിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കപ്പെടണം, അല്ലെങ്കിൽ അതിലേക്ക് പ്രവേശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഈ പരിസരത്ത് നടക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കുറേ മാസ്റ്റേഴ്സ് ധ്യാനം പരിശീലിപ്പിക്കുന്ന മാസ്റ്റേഴ്സ് ഉണ്ട്. കുറെ ട്രഡീഷനിൽ പ്രാണായാമം, യോഗ, ആസനം, പ്രാണായാമം അങ്ങനെ പോകുന്ന മെത്തഡോളജി. അങ്ങനെ 2 സ്ട്രീം നമുക്ക് കാണാൻ കഴിയും. ധ്യാനത്തിൽ തുടങ്ങുന്ന പാരമ്പര്യവും അതിൽ താഴെ യോഗയിലും പ്രാണായാമത്തിലും അടിസ്ഥാനപ്പെടുത്തുന്ന പാരമ്പര്യങ്ങൾ, അങ്ങനെ 2 സ്ട്രീം കാണാം. ഇതിൽ പലപ്പോഴും ആദ്യമായിട്ട് പ്രവേശിക്കുന്ന ആളുകൾ ഏറ്റവും എളുപ്പം ധ്യാനത്തിലാണല്ലോ. അതാണ് അവർ കണ്ടിരിക്കുന്നത്. യോഗികളൊക്കെ ഇങ്ങനെ കണ്ണടച്ച് ധ്യാനത്തിലിരിക്കുന്നു, എനർജി ഇങ്ങനെ വന്ന് നിറയുന്നു, ബ്ലിസ് അനുഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്. മനസ്സ് ശാന്തമാവുന്നു, ബ്ലിസ് അനുഭവിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റാണ്. അപ്പൊ ഇതില് നമ്മൾ ഒരു വഴി ശരി, ഒരു വഴി തെറ്റ് എന്ന് പ്രഖ്യാപിക്കുകയല്ല ശരിക്കും. നമ്മൾ എല്ലാത്തിനെയും വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ട് അനലൈസ് ചെയ്യും. അപ്പൊ അതില് റിസൾട്ട് കണ്ടുവരുന്നത് ചില മാസ്റ്റേഴ്സിന്റെ ഒക്കെ ആളുകൾ
ഫ്രഷ് ആയിട്ട് ധ്യാനം ഇന്ന് തുടങ്ങാണ്. ഇന്ന് തുടങ്ങുമ്പോഴേക്കും തന്നെ എന്നെ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് ചോദിക്കുമ്പോൾ എന്നെ വലിയ വലിയ എന്താണ് പറയുന്നത് പ്രതികരണങ്ങളാണ്. വെച്ചാല് ധ്യാനം ഇങ്ങനെ തുടങ്ങിയപ്പോഴേക്കും തന്നെ കളേഴ്സ് കണ്ടു, അങ്ങനെ ആസ്ട്രൽ ട്രാവൽ നടത്തി, അവിടെ എത്തി, കൈലാസത്തിലെത്തി, അല്ലെങ്കിൽ മറ്റേ ബ്രഹ്മത്തെ നേരിട്ട് കണ്ടു, അറിഞ്ഞു. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചു. അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളും ഉണ്ട്. ഇതിന്റെ വേരിയേഷൻ ഉണ്ട്. ഒരു ദിവസം കൊണ്ട് സംഭവിച്ചവരുണ്ട്, ഒരു ആഴ്ച കൊണ്ട്, ഒരു മാസം കൊണ്ട്, 2-3 ദിവസം കൊണ്ട്. അങ്ങനെ ഭയങ്കര ഒരു സംവിധാനമായിട്ട്, അത്ഭുതപ്പെടുത്തുന്ന ഒരു സംവിധാനമായിട്ട് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ അവര് അവതരിപ്പിക്കുന്നുണ്ട്. അത് ധ്യാനം അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും തന്നെ എല്ലാ സിദ്ധികളും, അസ്ട്രൽ ട്രാവൽ വരെയുള്ള സിദ്ധികളൊക്കെ അങ്ങനെ വരികയാണ്. പറഞ്ഞു കൊടുത്ത ഗുരുവിന് പോലും അത്രയും സിദ്ധി ഉണ്ടായി കാണത്തില്ല. ദൈവത്തിനെ നേരിട്ട് കാണലും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്. അല്ല, കളിയൊക്കെ അല്ല, പറയണം. അങ്ങനെ അത്രയും വരെ അവകാശപ്പെടുന്ന ഡിസൈപ്പിൾസ്. പിന്നെ മറ്റൊരു ഭാഗത്ത് കണ്ടിരിക്കണത് എന്താ വെച്ചാല്, ഈ പറഞ്ഞ പോലെ അത് ഓരോ ദിവസവും മണിക്കൂറുകളോളം നമ്മൾ ധ്യാനത്തിലിരിക്കണം. 10-15 മിനിറ്റ് അതൊന്നും പോരാ. 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, അങ്ങനെ ജീവിതത്തിന്റെ 1/4 പങ്കും ഇങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നാൽ, ശ്രമിച്ചാലേ എന്തെങ്കിലും ആവാൻ പറ്റുമെന്ന് കുറച്ച് പറയുകയും അത് പ്രചരിപ്പിക്കുകയും അതിനൊക്കെ ശ്രമിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ 5-6 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇരുന്ന് വേറെ ജീവിതമൊന്നുമില്ല, ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് 5-6 മണിക്കൂറൊക്കെ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ പിന്നെ ജീവിക്കാൻ എവിടെയാണ് സമയമുള്ളത്? അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. കുഴപ്പമില്ല, റിസൾട്ട് കിട്ടുന്ന അപൂർവ ആളുകൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്താ വെച്ചാൽ ഇങ്ങനെ 5-6 മണിക്കൂറുകൾ ധ്യാനം ചെയ്യും, വർഷങ്ങളോളം ധ്യാനം ചെയ്യും. ഇന്ന് കിട്ടും നാളെ കിട്ടുന്നുണ്ട്, ലോട്ടറി എടുക്കുന്ന പോലെ. ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ എടുക്കല്ല. അങ്ങനെ ജീവിതത്തിന്റെ സായന്തനം വരെയും ധ്യാനം പരിശീലിച്ചിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ജീവിച്ചു പോയിട്ട് പിന്നെ ജീവിതം അവസാനിക്കുന്ന ആളുകൾ. ചിലര് ചില 5-6 വർഷമൊക്കെ ചെയ്യുമ്പോഴേക്കും നിരാശ പിടികൂടാം, ഒന്നും ആവുന്നില്ല. അത് ചില അനലൈസ്, അവനവനെ സ്വയം വിലയിരുത്തുന്ന ആളുകൾ. ഇപ്പൊ എന്നിലുണ്ടാവുന്ന മാറ്റം യഥാർത്ഥത്തിൽ തിരിച്ചറിയ ഞാൻ തന്നെയാണല്ലോ. അപ്പൊ സിൻസിയർ സീക്കറാണ്, ധ്യാനത്തിൽ തുടങ്ങിയ ആളാണ് അയാളപ്പോ ഈ ചെയ്യുന്നതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിച്ചുകൊണ്ടിരിക്കും. അത് അയാളുടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ആളെ ബോധ്യപ്പെടുത്താനല്ല. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ആളുകൾ എന്താ വെച്ചാല് പിന്നെ ഭയങ്കര യോഗിയാണ് എന്ന് നടിച്ചിങ്ങനെ നടക്കുകയുള്ളൂ. ഉള്ളില് ഈ അഗ്നിപർവ്വതം ഇങ്ങനെ പോഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മള് വേഷങ്ങളിലും നമ്മളുടെ ചലനങ്ങളിൽ, സംഭാഷണത്തിലും ഒക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങനെ നടിച്ച് നടക്കേണ്ടി വരും. പക്ഷെ ഉള്ളില് പ്രക്ഷുബ്ധത അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകള്, സ്വയം പരിശോധിക്കുന്ന ആളുകള് ഡ്രോപ്പ് ഔട്ടാണ്, നിരാശ വന്നിട്ട് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ എക്സ്ട്രീമിലേക്കാണ്, ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെ 2-3 റിസൾട്ടാണ് ഉണ്ടാവുക ധ്യാനത്തിൽ തുടങ്ങിയത്. അപ്പോ എന്താണ് ഇതിന്റെ കാരണം എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ അതിൽ എന്തെങ്കിലും പെശക് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ ധ്യാനം ഉറച്ചു കിട്ടാത്തത്? എന്തുകൊണ്ട് ആ സ്റ്റേജിന്റെ അപ്പുറത്തേക്ക് സമാധി അവസ്ഥ നേടിയെടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുക. എന്താ കാരണം വെച്ചാല് അവരില് ആന്തരികമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. ധ്യാനത്തിൽ ആന്തരികമായിട്ടുള്ള മാറ്റം ഉണ്ടാവണമെങ്കിൽ അവര് ചെയ്യുന്ന പ്രോസസ്സിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ മാറ്റം ഉണ്ടാവാറ്. അല്ലെങ്കിൽ ആ സമാധി അവസ്ഥയുടെ ടേസ്റ്റ് അവർക്ക് കിട്ടാത്തത്. അപ്പൊ എന്താണ് ആ കാരണം എന്ന് നമ്മൾ അനലൈസ് ചെയ്താല്, ഈ
ധ്യാന ഗുരുക്കന്മാർ, ഈ ധ്യാനം സംവിധാനം ചെയ്ത ഗുരുക്കന്മാരുണ്ടാവും, ഉം, ഒരു ലീനിയേജ് തുടങ്ങുന്ന ഗുരുക്കന്മാർ. ഉം, ഉം, അവര് കബളിപ്പിക്കാനായിട്ട് അങ്ങനെ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയല്ല. അവരത് ഡിസൈൻ ചെയ്തത് അവർക്ക് അതിലൂടെ സമാധി അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു, എൻലൈറ്റ്മെന്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ അത് ഗുരുവിന്റെ മാത്രം അനുഭവമാണ്. ഒരു 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 ലീനിയേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ധ്യാന രീതി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന, അതിന് അടിത്തറയിടുന്ന ഒരു ഗുരു അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സത്യസന്ധമായിട്ട് അവതരിപ്പിച്ച ഒരു സംവിധാനമാണ്, രീതിയാണ്. കാരണം അദ്ദേഹം അതിലൂടെ നേടിയെടുത്തു. അപ്പൊ അത് മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മാർഗം മറ്റുള്ളവർക്ക് ഉപദേശിക്കുന്നത്. പക്ഷെ ഈ ഗുരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ഗുരുവിന് ആ ധ്യാന രീതിയിലൂടെ അത് നേടിയെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ആ ജന്മത്തിൽ ആ ഒരു ഉയർന്ന ലെവലിൽ ജനിച്ച ആളായതുകൊണ്ടാണ്. ധ്യാനത്തിൽ തുടങ്ങിയപ്പോൾ, കാരണം അദ്ദേഹത്തിന്റെ ആൾറെഡി മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണർന്നു കഴിഞ്ഞിരിക്കണം, നാഡികളൊക്കെ അത്രയും പരിശുദ്ധമാണ്, ചക്രാസൊക്കെ ഓപ്പണാണ്. അദ്ദേഹം ധ്യാനം എന്നുള്ള ഒരു ഹയർ സ്റ്റേജിൽ തുടങ്ങിയാൽ തന്നെ അടുത്ത സമാധി അവസ്ഥയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലുള്ള മാർഗമാണ് പിന്നെ അതാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്, അതാണ് മറ്റ് ശിഷ്യന്മാരിലേക്ക് അതങ്ങനെ പകർന്നു വരികയാണ്. പക്ഷേ നമ്മൾ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മാർഗത്തിലേക്ക് ഇനിഷ്യേറ്റ് ചെയ്യപ്പെടുമ്പോൾ, നമ്മൾ ഗുരുവിന്റെ ഉള്ളിലുള്ള ഊർജ വ്യവസ്ഥ എങ്ങനെയായിരുന്നോ അതുപോലെ അതേ അവസ്ഥയിലല്ല നമ്മൾ ധ്യാനത്തിലെത്തും. നമ്മൾ ഓരോ ആളുകളും യുണീക്കാണ്. നമ്മൾ അത്രയും പരിണാമം സിദ്ധിച്ച ഒരു സോളല്ല, അല്ലെങ്കിൽ നമ്മളുടെ ഊർജ വ്യവസ്ഥ അത്രയും ഉയർന്നതല്ല, നമ്മുടെ ചക്രാസ് ഓപ്പൺ ആയിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ഒരാള് ധ്യാനത്തിൽ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാല്, മനസ്സിന് നേരിട്ട് പിടിക്കലാണ്. ധ്യാനം എന്ന് പറഞ്ഞാല് മനസ്സിൽ നേരിട്ട് പിടിക്കാനുള്ള സംവിധാനം, അതിനെ കീഴടക്കാനുള്ള ശ്രമമാണ്. അപ്പൊ അത് ചെയ്യുമ്പോ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് മനസ്സിനെ, അതിന്റെ ചലനങ്ങളെ ക്രമേണ അങ്ങനെ കുറച്ച് കൊണ്ട് ഒരു വിഷയത്തിൽ ഫോക്കസ് ചെയ്യണം ധ്യാനം. നമ്മളിവിടെ ഇരിക്കും, ധ്യാനിക്കാൻ ശ്രമിക്കും, അത് 5 മണിക്കൂർ ഇരുന്നാലും 6 മണിക്കൂർ ഇരുന്നാലും ഇരുന്ന് ഉറങ്ങാന്നല്ലാതെ ചിന്തകൾ ഇങ്ങനെ നമ്മളെ കൈവിട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും വലിക്കും. അതില് ഒരു 1000കണക്കിന് ആളുകൾ ഈ മാർഗത്തിൽ വരുമ്പോ ഗുരുവിന്റെ അതേപോലെ ഉയർന്ന ഒരു ഊർജ വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ ആത്മീയ ഉണർച്ചയിൽ ജനിച്ച ഒരാൾക്ക് ധ്യാനത്തിൽ ഗുരുവിന്റെ അതേപോലെ അനുഭവം ഉണ്ടാവും. ഉടനെ തന്നെ അടുത്ത സ്റ്റേജിലേക്ക് എത്താം. പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഇത് വെറുതെ സമയം കളയാൻ, എത്ര ശ്രമിച്ചാലും ധ്യാനം ഉറച്ചു കിട്ടില്ല. അങ്ങനെ കുറെ കാലം ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പോൾ നമ്മൾ അങ്ങനെ നടിക്കേണ്ടി വരും. എനിക്ക് എന്തൊക്കെ കിട്ടി നടിക്കേണ്ടി വരും. അവനവനെ തന്നെ നമ്മൾ വഞ്ചിക്കേണ്ടി വരും. പക്ഷെ അവനവനെ തന്നെ വഞ്ചിക്കാൻ തയ്യാറില്ലാത്ത ജെന്യൂൻ ആയിട്ടുള്ള സീക്കേഴ്സ് എന്ത് സംഭവിക്കും? അവർക്ക് നിരാശ ബാധിക്കും. അപ്പൊ അവര് ഇതൊന്നും ശരിയല്ല, ഇതിലൊന്നും കാര്യമില്ല, ഇതിലൊന്നും സത്യമില്ല, ഇത് ശാസ്ത്രീയത ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ മാർഗത്തിന്നേ വിട്ടും. ഇങ്ങനെ ഒരു അപകടം അവിടെ ഉണ്ട്. സത്യത്തിൽ അത് ഈ മാർഗത്തിന്റെ പ്രശ്നമല്ല, അവർ തുടങ്ങിയ സ്റ്റേജിന്റെ പ്രശ്നം, എവല്യൂഷന്റെ പ്രശ്നം. അപ്പോ നമ്മൾ മനസ്സിലാക്കണ്ടേ എല്ലാവർക്കും പറ്റിയ മാർഗം ഏത്? അപ്പൊ നമ്മള് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കാതെ, ഒന്നും പഠിക്കാതെ 10-ാം ക്ലാസ്സിൽ നേരിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന പോലെയാണ്. നമ്മൾ അതിന് സജ്ജമാവേണ്ടത്. ഞാൻ ഇന്നലെ ചേട്ടാ ഇതുപോലെ ഈ ചേട്ടൻ പറഞ്ഞ സെയിം ഇത് തന്നെ ഒരു ലേഡി എന്നെ വിളിച്ചവരോടത്ത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവര് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ഇത് പ്രാണായാമമൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാൻ അവരുടെ അടുത്ത്, ഞാൻ ആദ്യം വിചാരിച്ചു എന്നാൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ വിടാം, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ അവരെന്നെ പിങ് ചെയ്തപ്പം ഞാൻ അവരിലേക്ക് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ എന്താണ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഒരു എവല്യൂഷനും നടക്കാത്ത ഒരു സോൾ,
ഒന്നുമില്ല. അവര് ഈ സ്പിരിച്വാലിറ്റിയെ കാണുന്നത് ഒരു ടൂളായിട്ടാണ്, ഒരു ഉപകരണമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പം കല്യാണമൊക്കെ കഴിഞ്ഞാണ്, പക്ഷേങ്കിൽ അവർക്ക് ഇത് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളും ഒക്കെ, ഫാമിലി ഇഷ്യൂസ് ഒക്കെ, അത് കാരണം പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഈ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടിയാണ് അവർ സ്പിരിച്വാലിറ്റി നോക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ സാധിക്കുമായിരുന്നു, പക്ഷെ ധ്യാനത്തിൽ തുടങ്ങിയ അവർക്ക് സാധിക്കില്ല. അവരുടെ ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഹൈ ലെവൽ ഒരു സാധന കൊടുക്കാൻ പറ്റിയ ഒരു ടെമ്പിൾ അല്ല അവര്. സെൻസ് ചെയ്തു പക്വത ആർജിച്ചില്ല. അത് അവരുടെ ഒരു കുറവല്ല, ഒരു തെറ്റുമല്ല. അപ്പൊ അവരുടെ മാർഗം അതല്ലാന്ന് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാല് ധ്യാനത്തിൽ തുടങ്ങുന്ന എല്ലാവരുടെയും മാർഗം അതല്ല, ധ്യാനത്തിൽ തുടങ്ങേണ്ടതല്ല എന്ന് പറയാം. നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി, 2 സ്റ്റെപ്പ് താഴേക്ക് വരണം. അഷ്ടാംഗ യോഗയില് കൃത്യമായിട്ട് ഓരോ സ്റ്റേജസ് ആയിട്ട് പോകുന്നുണ്ടല്ലോ, യമനിയമ, ആസന, പ്രാണായാമം. അപ്പൊ ശാരീരികമായ ഒരു ക്ഷമത വേണം ആദ്യം, അത് നമുക്ക് വേണം. കാരണം ഈ സോൾ ഞാനതാ പറഞ്ഞു കൊടുക്കുന്നു, ഒരു ലൈഫ് സ്റ്റൈലാണ്. ആദ്യം പ്രാണായാമം ഇതൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. ഒരു ഫസ്റ്റ് 3-4 മന്ത്സ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചിങ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് അത്യാവശ്യമാണ്. അതാണ് യമനിയമങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം ഇപ്പൊ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്നല്ല, അത് സൈമൾട്ടേനിയസ്ലി നടക്കേണ്ട ഒരു സംഭവമാണ്. എന്നാൽ പോലും നമുക്ക് ശാരീരിക ക്ഷമത ഇല്ലെങ്കിൽ, ശരീരം രോഗാതുരമാണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനേ പറ്റില്ല, ധ്യാനം തുടങ്ങാൻ തന്നെ പറ്റില്ല. അപ്പൊ മിനിമം ആരോഗ്യം, ശരീരത്തിന് ഫിറ്റ്നസ് വേണം. അപ്പൊ അത്യാവശ്യം ആസനാസം നമ്മൾ ചെയ്യണം. അതിന്റെ ഒരു പ്യൂരിഫിക്കേഷൻ വരും, ക്ലൻസിങ്, നാഡികളിലെ ആ ക്ലൻസിങ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവും. അപ്പൊ എളുപ്പമാണ്. അത് കഴിഞ്ഞാൽ വരുന്ന നമുക്ക് പ്രാണായാമം. പ്രാണായാമം എന്നുള്ളത് ഈ മനസ്സിലേക്കുള്ള പാലമാണ് ശ്വാസം. നമ്മൾ ആ പാലത്തിൽ കയറും. എടുത്തിയാടിയിട്ട് മനസ്സിലേക്ക് അങ്ങോട്ട് ചാടാൻ നമുക്ക് കഴിയില്ല. അപ്പൊ പ്രാണനെ നിയന്ത്രിച്ചാൽ, ശ്വാസത്തെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ശാസ്ത്രീയത നോക്കും. ഇപ്പൊ നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മളുടെ ബ്രീത്ത് ചേഞ്ച് ആയി കണ്ട് പാറ്റേൺ ചേഞ്ച് ആവും. സങ്കടം വരുമ്പോ വേറൊരു പാറ്റേൺ, അതുപോലെ സന്തോഷം വരുമ്പോ വേറൊരു പാറ്റേൺ. അപ്പൊ നമ്മളുടെ ഓരോ ഇമോഷനും അനുസരിച്ച് നമ്മളുടെ ബ്രീത്തിന്റെ പാറ്റേൺ ചേഞ്ച് ആവും. അങ്ങനെയെങ്കിൽ ബ്രീത്തിന്റെ പാറ്റേൺ ചേഞ്ച് ആക്കിയാൽ എന്ത് മാറും? നമ്മളുടെ ഇമോഷൻസ് മാറ്റിയെടുക്കാൻ പറ്റും, മൈൻഡിനെ മാറ്റിയെടുക്കാം. ഇതാണ് പ്രാണായാമത്തിന്റെ ശാസ്ത്രീയത. അപ്പൊ ഇവിടെ നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. പ്രാണായാമത്തിലൂടെ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക്, അതായത് മനസ്സിനെ നമുക്ക് നേരിട്ട് നിയന്ത്രണമില്ല, മാറ്റാൻ പറ്റില്ല. ചിന്തകളെ നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷെ ബ്രീത്തിനെ നിയന്ത്രിക്കാം. ബ്രീത്ത് ഒരു ക്രിയയാണ്. അതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, അതായത് പ്രാണായാമം എന്ന് പറഞ്ഞാൽ ഈ ശ്വാസോച്ഛ്വാസത്തെ അറിഞ്ഞുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ചുരുങ്ങിയ. ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന, അബോധത്തിൽ നടക്കുന്ന ഈ ക്രിയയെ നമ്മൾ ബോധപൂർവം ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ബ്രീത്തിന്റെ പാറ്റേൺ മാറും. അപ്പൊ അത് നമ്മൾ ബോധപൂർവം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രീത്തിന്റെ പാറ്റേൺ ടോട്ടലി മാറും. അങ്ങനെ മാറിക്കഴിയുമ്പോൾ നമ്മളുടെ വ്യക്തിത്വം മാറി, നമ്മളുടെ ഉള്ളിലെ തോട്ട് പാറ്റേൺസ് മാറി, മൈൻഡ് മാറി എന്നർത്ഥം. അപ്പൊ മനസ്സിനെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരേ ഒരു ഉപാധി, അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഉപാധി എന്ന് പറയുന്നത് പ്രാണനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്, ശ്വാസത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്. അതാണ് പ്രാണായാമത്തിന്റെ രഹസ്യം. അങ്ങനെ പ്രാണായാമം ചെയ്തിട്ട് മനസ്സപ്പൊ അടങ്ങി പ്രാണായാമം ശാസ്ത്രീയമായിട്ട് പരിശീലിക്കുമ്പോൾ ഈ ചിന്തകള് അടങ്ങി അപ്പൊ എന്താ വെച്ചാൽ മനസ്സിന്റെ ചാഞ്ചല്യം കുറയുകയാണെന്ന് അർത്ഥം. മനസ്സ് ഓരോടത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റും. പല വിഷയങ്ങളിലേക്ക് വിഷയങ്ങളിൽ വ്യാപരിക്കുക എന്നുള്ളതാണ് മനസ്സിന്റെ ഗുണം, സ്വഭാവം. അത് പോയിട്ട് ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയും. ഏകാഗ്ര ധാരണ, പ്രത്യാഹാരം, ഉള്ളിലേക്ക് തിരിയാൻ തുടങ്ങി. അതാണ് ആദ്യം പ്രാണായാമത്തിലൂടെ ഉണ്ടാവുന്ന ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രത്യാഹാരമാണ്. എന്താ പ്രത്യാഹാരം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ
അകത്തേക്ക് തിരിയുക എന്നുള്ളത്. ഉം. അപ്പൊ നമ്മളെ ഉള്ളിലേക്ക് നമ്മൾ തിരിയാൻ തുടങ്ങും. അങ്ങനെ ഉള്ളിലേക്ക് തിരിഞ്ഞ് പ്രാണായാമത്തിൽ അതാണ് നമ്മൾ ഉള്ളിലുള്ള ഊർജ പ്രവാഹത്തെ കുറിച്ച് ആണ് നമ്മൾ ബോധ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ പ്രത്യാഹാരം കഴിയുമ്പോൾ നമ്മൾ ധാരണയിൽ ഓരോ ഭാഗത്ത് മൈൻഡ് ഫിക്സ് ചെയ്യാൻ കഴിയും. ഓടി നടക്കുന്ന മനസ്സിനെ നമുക്ക് വേണ്ട ഭാഗത്ത് വേണ്ട വിഷയത്തിൽ, അതിപ്പോ നമ്മളുടെ സ്ഥാനങ്ങളാവാം, ശരീരത്തിൽ ഓരോ സ്ഥാനമാവാം, അല്ലെങ്കിൽ ഒരു വിഷയമാവാം, ഒരു മന്ത്രമാവാം, അല്ലെങ്കിൽ ശ്വാസം തന്നെ ആവാം. അങ്ങനെ ആ ഒരു വിഷയത്തിൽ ഈ മനസ്സിനെ ഫിക്സ് ചെയ്ത് നിർത്താൻ പറ്റും. ഇളകാതെ ഓടി നടക്കാതെ ഒരു വിഷയത്തിൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതാണ് ധാരണ ഉറക്കുക എന്ന് പറയുന്നത്. അപ്പോ പ്രത്യാഹാരം കഴിഞ്ഞു, ധാരണ കഴിഞ്ഞു. അടുത്ത സ്റ്റേജാണ് ധ്യാനം എന്ന് പറയുന്നത്. പിന്നെ ഈ വിഷയവും ഇല്ലാതെയാവും, വിഷയവും ഒന്നാവുകയാണ്. അതാണ് ധ്യാനം. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നമ്മൾ ധ്യാനത്തിലേക്ക് പോവാണെങ്കിൽ സമാധിയിലോട്ടുള്ള എളുപ്പമായി, അത് ഉറപ്പാണ്. ഇത് നമ്മൾ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാല് ഷുവർ ഹിറ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ യോഗം പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ധ്യാനത്തിൽ തുടങ്ങുന്നത് നേരിട്ട് 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ശ്രമിക്കുന്നത് പോലെയാണ് പലർക്കും. എന്നാൽ ജന്മം കൊണ്ട് തന്നെ 9ാം ക്ലാസ് വരെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ പഠിച്ചു എങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾ 10ാം ക്ലാസ് എഴുതാൻ പറ്റും. അപ്പൊ അതുപോലെയാണ് നമ്മൾ ഓരോ വ്യക്തിയും കഴിഞ്ഞ ജന്മത്തിൽ എത്ര വരെ നമുക്ക് ആ വാസന ബലം ഉണ്ട്, അല്ലെങ്കിൽ ഈ യോഗ ബലം നമ്മൾ നേടിയിട്ടുണ്ട്, അതിനനുസരിച്ച് വേണം എവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇത് എല്ലാം യോഗമാർഗം തന്നെയാണ്. അല്ല, ഇത് ധ്യാനമാർഗവും യോഗമാർഗവും രണ്ടല്ല, ഒരേ സംഭവം തന്നെയാണ്. അതിൽ ഏത് പടിയിൽ നമ്മൾ കാല് വെക്കണം എന്നുള്ളത് അത് വളരെ സൂക്ഷിച്ച് ചെയ്യണം. അപ്പൊ താഴത്തെ പടിയിലാണെങ്കിൽ നമ്മൾ വീണു പോവാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നേറാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത. അപ്പോ മറ്റു മാർഗങ്ങള് തിരഞ്ഞെടുക്കുമ്പോൾ അത് എന്റെ മാർഗമാണോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ ഈ മാർഗത്തിൽ നിന്നേ തെറിച്ചു പോകും. അത് വലിയ അപകടം. അതൊരു വാലിഡ് പോയിന്റ് ആണ് കേട്ടോ. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യോഗവിദ്യയുടെ പ്രചാരകനാവുമ്പോൾ അതിന്റെ ശരിയായ രീതി നമ്മൾ അനുവർത്തിക്കാൻ നമ്മൾ ആളുകളെ ബോധ്യപ്പെടുത്തും. അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാവുക. മറ്റു മാർഗങ്ങളെ നിസ്സാരവൽക്കരിക്കുകയോ അവഹേളിക്കുകയോ അല്ല, കൃത്യമായിട്ടൊന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഇത് ഒരേ മാർഗം തന്നെയാണ്, അതിൽ ഏത് സ്റ്റേജിൽ തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു തീരുമാനിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.